ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് കറക്റ്റ് നല്ല നാടൻ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ സദ്യക്കൊക്കെ കിട്ടുന്ന മാങ്ങാക്കറി, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന മാങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ പിക്കിളാണ്. അപ്പോൾ ഇപ്പം മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാംഗോ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 മാങ്ങ എടുത്ത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വെക്കാനാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു കണക്കനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതിനായിട്ട് പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ 2.25 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ തൊട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ കായത്തിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒത്തിരി ചേർക്കണ്ട. എന്തായാലും ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഈ പിക്കിളിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് കലക്കി വെക്കാം. അപ്പോൾ പൊടികളൊക്കെ പച്ച കുത്തൽ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുപോലെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകും ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുകും ഉലുവായും ചേർത്ത് നന്നായിട്ട് പൊട്ടി വന്നപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഞാനിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും പിക്കിളിന്. അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി, ഇഞ്ചിയും. പിന്നെ ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഒത്തിരി അങ്ങ് ഇഷ്ടമില്ല. പിന്നെ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ്. ഈ അച്ചാറിനകത്തെ വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സോ ഇത് ഇപ്പോൾ ഏകദേശം നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുളകിൻ്റെ ആ കൂട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കണം. അത് നമ്മൾ നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ആ പച്ച കുത്തൽ മാറത്തില്ല. അതുപോലെ തന്നെ പിക്കിൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നിടം വരെ ഏകദേശം ഒരു 5 to 8 മിനിറ്റ്സ് എങ്കിലും എടുക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ മുളകിൻ്റെ കളർ തന്നെ മാറി വരുന്നതായിരിക്കും. ഇപ്പോൾ അതായത് പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ, അല്ലെങ്കിൽ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുളിയില്ലാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ആ മുളക് കലക്കുന്ന സമയത്ത് വിനാഗിരി ആഡ് ചെയ്താൽ മതി. മുളക് നമ്മൾ വിനാഗിരിയിൽ കലക്കുകയാണ് എക്സ്ട്രാ, പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പിക്കിൾ അല്ലെങ്കിൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ till then, take care. Bye bye.